ചോദിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചതിലുള്ള മാധ്യമങ്ങളുടെ പ്രൊപ്പഗൻഡയെ കുറിച്ച് അങ്ങ് പറഞ്ഞു. മാധ്യമങ്ങൾ പ്രൊപ്പഗൻഡ ചെയ്യുകയല്ല, ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകൻ വരുന്നു, MLA മാർ അഭിപ്രായം ചോദിക്കുന്നു, അഭിപ്രായം രേഖപ്പെടുത്തിയ കടലാസ് അദ്ദേഹം തന്നെ പരസ്യമായി പിടിച്ച് പുറത്തു വെക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ തെരുവിലിറങ്ങുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്ത് പ്രൊപ്പഗൻഡയാണ് നടത്തിയത്? ആരെങ്കിലും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മാധ്യമങ്ങൾ പ്രത്യേകമായി ശ്രമിച്ചു എന്നാണോ? അങ്ങനെ പറഞ്ഞ അജിംസ് പോയാൽ എനിക്ക് മറുപടി പറയാനുണ്ട്. അങ്ങനെ അജിംസ് പറഞ്ഞങ്ങ് ന്യായീകരിച്ച് പോകരുത്, അതിനെനിക്ക് മറുപടി പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഏപ്രിൽ 9 ഇലക്ഷൻ, റിസൾട്ട് വന്നത് മെയ് 4. നിങ്ങൾ എന്നാണ് ചർച്ച ചെയ്തതെന്ന് നിങ്ങൾ ഈ 7 ശേഷം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലിസ്റ്റ് വന്ന് പുറത്തു വന്നിട്ടാണോ നിങ്ങൾ ചർച്ച ചെയ്തത്? അങ്ങനെയാണെന്ന് സ്ഥാപിക്കാനാണോ അജിംസ് ശ്രമിക്കുന്നത്? മീഡിയ വൺ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ലേ, കേരളത്തിലെ പൊതുസമൂഹത്തിന്. മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ആരാണ് മുഖ്യമന്ത്രി എന്ന് ചർച്ച ചെയ്ത ഒരു സെക്കൻഡ് അജിംസാണ് ഇത് പറഞ്ഞു. അല്ല, ആരാണ് മുഖ്യമന്ത്രി എന്ന് ചർച്ച ചെയ്യുന്നത് ഫലം വന്ന് ഏത് പാർട്ടിക്കും മുന്നണിക്കുമാണ് ഭൂരിപക്ഷം എന്നറിഞ്ഞതിന് ശേഷമാണ് ആ മുന്നണി കേന്ദ്രീകൃത ചർച്ച നടക്കുന്നത്. അതാണ് കീഴ്വഴക്കം. അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഫലം വരാൻ 1 മാസം ബാക്കി നിൽക്കെ പിറ്റേ ദിവസം തന്നെ കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തി വാർത്ത ചെയ്യുന്നതല്ല മര്യാദ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ആ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും എന്നെ പഠിപ്പിക്കേണ്ട, അത് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട് എന്നതുപോലെ എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി കൂടുന്ന 7 നടക്കുന്ന പാർലമെൻ്ററി പാർട്ടിയുടെ ചർച്ചയ്ക്ക് ശേഷം 1, 2, 3 പേരുടെ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നതും നിങ്ങൾ മറ്റാഹ്വാനങ്ങൾ നടത്തുന്നതും ഒക്കെ നമുക്ക് വിരോധമൊന്നുമില്ല. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ അജിംസിന്? ഞാൻ പറയുന്നത് ഒരു മുഖ്യമന്ത്രി ചർച്ച വരുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരുടെ ചർച്ച വരുന്നു. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മന്ത്രിയായില്ല, മന്ത്രിയാകുമെന്ന് വലിയ വാർത്തകൾ വന്നു. അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ മന്ത്രിയായില്ല, മന്ത്രിയാകുമെന്ന് വാർത്തകൾ വരും. ഇതൊക്കെ നോർമൽ പ്രോസസ്സാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പാർലമെൻ്ററി പാർട്ടി കൂടി അതിനുശേഷം നടക്കുന്ന ചർച്ചകളിലാണ്. അത്തരം ചർച്ചകൾ നിങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല സാർ. അത് പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി അക്കാര്യത്തിലൊക്കെ വളരെ സ്വാതന്ത്ര്യമുള്ള സംവിധാനമാണ്, കോൺഗ്രസ് പ്രത്യേകിച്ചും. മനസ്സിലായില്ലേ? അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ചർച്ച ചെയ്യുന്നതിന്. ഞാൻ പറഞ്ഞു 1 മാസം, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള 1 മാസത്തോളം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊരു വേട്ടയാടലാണ് കോൺഗ്രസിനെ വേട്ടയാടിയത്, കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളെ വേട്ടയാടിയത്. അപ്പം അതുകൊണ്ട് അത്തരമൊരു ചർച്ചയ്ക്ക് ഇനി പ്രസക്തിയില്ല. അതുകൊണ്ട് അത് വിട്ടുകള. ഇപ്പോൾ പറഞ്ഞതിനർത്ഥം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സബ്ജക്റ്റിലേക്കാണ് ഞാൻ വന്നത്. നിങ്ങളത് ഇടപെട്ട് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ മറുപടി ഇവിടെ പറയേണ്ടി വന്നത്. വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിമാരെ പ്രഖ്യാപിച്ച് എല്ലാവരും കൂട്ടായി, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിലും ബോധ്യത്തിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, ഇത്രയും മന്ത്രിമാർ ഒരുമിച്ച് ഒരു ഗവൺമെൻറ് ഒന്നാകെ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയോടൊപ്പം ഉജ്ജ്വലമായ കഴിവും പ്രൗഢിയും പ്രാഗൽഭ്യവും എക്സ്പീരിയൻസും ഉള്ളവരടക്കം പുതുമുഖങ്ങളടക്കമുള്ള നല്ല ഒരു മന്ത്രിപ്പട വന്നിരിക്കുകയാണ്.